ഇന്നാണെങ്കിലും എല്ലാ വൈകുന്നേരം പുറത്തിറങ്ങാൻ മാതിരി പുറത്തിറങ്ങിയതാ. അങ്ങനെ നമ്മൾ ഇന്ന് എവിടെ എത്തിയാ നോക്ക്. ഈ സ്ഥലത്തെ രസം നോക്കി നിങ്ങളൊക്കെ ഇതൊന്നും കാണണ്ടല്ലോ അല്ലേ. പച്ചപ്പാടാണെങ്കിലും നിറഞ്ഞിക്കുന്ന സ്ഥലം കേട്ടോ. അങ്ങനെ വണ്ടിയിൽ ഞാൻ ഇറങ്ങിയത് രണ്ട് സൈഡ് വയല് നടുവില് റോഡ് സൈഡിലൊരു ചായപ്പിടി കിട്ടും. അങ്ങനെ കുറച്ചുകൂടെ ആ സൈഡിൽ ചളിക്ക് ചാടാൻ നിൽക്കും. എന്തായാലും ഇത്രക്കും ഭംഗിയുള്ള സ്ഥലത്ത് നിന്ന് ചാടിച്ചില്ലെങ്കിൽ അത് നഷ്ടല്ലേ. ഇങ്ങക്കോ നഷ്ടമില്ലെങ്കിൽ എനിക്ക് ഭയങ്കര നഷ്ടം. ഒരു ചൂട് ചായയും തണുത്ത കാറ്റും ചെറിയമായി നോക്കോട് തന്നെ ഫുള്ള് പച്ചപ്പ്. വേറെ എന്താ വേണ്ടിയല്ലേ. സൈഡിലാണെങ്കിലോ കൊണകൊണടിച്ചാലും വേണ്ടി കുറച്ച് ഫ്രണ്ട്സും. എന്താണ് ചെങ്ങായി ക്യാമറ ഓണാക്കിയാണ് കാട്ടി കൂട്ടണ നോക്കി ഉത്തരങ്ങൾ കാറ്റി കൂട്ടണം. നിങ്ങൾ മയ പറയേണ്ടത് അങ്ങനെ പരി കുത്തണോളൂ. ഈ ചെറിയ കുട്ടി വരുന്നത് വൈഭാഗം വന്നു. ഇത് നിങ്ങൾ മൈൻഡ് ആക്കണം. എല്ലാ കൂട്ടത്തിലും കാണാൻ അതിൽ പ്ലാനിങ് ഡെയിലി നടക്കും. ഇത് കണ്ടത് പാലത്തിന്റെ മേൽക്കൂടെ വരാൻ വേണ്ടി പേടിച്ചു. എന്തൊക്കെ കാട്ടുന്നത് എല്ലാത്തിനും ഇപ്പൊ ഞാൻ പാടാൻ പറഞ്ഞപ്പോ എങ്ങനെ ശരിയാവില്ല. ഒന്നല്ലെങ്കിൽ വല്ല പ്രായം നോക്കിയേ പോയിട്ട് ആദ്യം കടയിൽ കൊണ്ടുപോകും. ഷാമിൽക്കാണെങ്കിൽ എന്ത് വെറൈറ്റി ബുദ്ധി കൊണ്ടാവുന്നത്. എന്തൊക്കെയോ ചലഞ്ചിന്റെ പ്ലാനിങ്ങിലാണ്. പ്രകാശിന്റെ ഫ്രണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കഴിച്ചിടാനുള്ള പ്ലാനിങ്ങിലാണ്. അവൊന്നും നമുക്കറിയില്ല. നമ്മള് പ്ലാനിങ് ഡെയിലി നടക്കും. അങ്ങനെ അതാണ് നടക്കട്ടെ. നമ്മളാണെങ്കിൽ ഇതിൽ നടക്കണ്ടേ. ഷാമിൽക്കാണെങ്കിലോ പ്ലാനിങ് നടക്കാത്തതുകൊണ്ട് ഡിപ്രഷൻ. നമ്മളാണെങ്കിൽ ഒരു പണിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ അങ്ങനെ നടക്കുക. അങ്ങനെ അതിന്റെ അടി കൂടെ മൈ വേണ്ടിട്ടോ നമ്മളങ്ങനെ നേരെ വേറെപ്പൊന്നും ഇല്ല അതിന്റെ അടുത്തേക്ക്